ബാബുവിന് ശക്തി പകർന്നു കിട്ടിയിരിക്കുന്നു. കേരള മോനെ ചന്തു സ്റ്റേജ് ആവശ്യം കഴിച്ച സംശയം. ഇപ്പൊ ഒന്നും അച്ചുവല്ല ഇത് ശക്തി ആവശ്യമായുള്ള അല്ല ബാബു റെഡി കൊള്ളാവട്ടെ കളി. ബാലൻസ് വേണം. അത് തലേണ ഉപയോഗിക്കുന്നത് ആരാണ് ഉപയോഗിക്കുന്നതിന്റെ ഗുണമാണോ ഈ വീണോന്നും അറിയാൻ വയ്യ. ഇല്ല വേറെ അലക്കാതെ അലക്കാതെ ചന്തുവിന് തലവേദനിക്കുന്നത്. ഇല്ല അവന് തലവേദനിക്കുന്നത്. ഇല്ല അവന് തലവേദനിക്കുന്നത്. നേരത്തെ ചന്തുവിന് തലവേദന. സോറി മോളെ. ചന്തുവിന് തലവേദന. എത്തൂല. ഏറ്റവും പ്രായം കുറഞ്ഞ അച്ചു വിജയിച്ചിരിക്കുന്നു. അച്ചു എല്ലാ ഹൗസാണ്. ഹലോ, എല്ലാവരും ശ്രദ്ധിക്കും. ഇപ്പൊ 5:15 മണിയായി. പ്ലീസ് കീപ് യുവർ ടൈം. 5:15 തൊട്ട് 6 മണി വരെ ഗെയിംസ്. അതിനുള്ള എല്ലാ ഗെയിംസും തീരും. ഓക്കെ. 6 തൊട്ട് 7 മണി വരെ മീറ്റിംഗ്. ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള മീറ്റിംഗ്. 7 തൊട്ട് 8 മണി വരെ ക്വിസ്. 8 തൊട്ട് 8:45 വരെ ഡിന്നർ. 8:45 തൊട്ട് 9:30 വരെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അവസാനത്തെ കുറെ പാട്ടുകൾ. ഇപ്പോഴേ നമ്മൾ മഞ്ഞപ്പൊടി കുട്ടികൾക്കെല്ലാം മഞ്ഞപ്പൊടി ഗോവിന്ദൻ ആദ്യം ഗോവിന്ദന്. ഇതുവരെ പ്രോഗ്രാം എല്ലാം വളരെ ആളമായി നടന്നു. ഇനി പറയാനുള്ളത് മഞ്ഞക്കോടിയാണ്. മഞ്ഞക്കോടി എന്ന് പറയുമ്പോൾ പണ്ട് നമ്മളൊക്കെ ഓണം വരുമ്പോൾ രാവിലെ കുളിച്ചു ഈ മഞ്ഞക്കോടി മാത്രം എടുക്കാറുള്ള കൊച്ചു കുട്ടികളായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് അതൊന്നും ഓർമ്മയില്ല. അവർ വീണ്ടും ആ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് നമ്മുടെ മുതിർന്ന ആൾക്കാർ അവർക്ക് എല്ലാ കുട്ടികൾക്കും മഞ്ഞക്കോടി വിതരണം ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കുക. ചോക്ലേറ്റ് ഒക്കെ ഇരിപ്പുണ്ട്. ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. ഏട്ടാ എവിടെ വെച്ചു? ചേട്ടാ കൊണ്ടു എവിടെ വെച്ചത്? അവന്റെ വീഡിയോ പിടിക്കാൻ കൂടെ എടുത്തിട്ടാ അങ്ങ് അവിടെ നിന്ന് വാങ്ങി വലിയ നമ്മള് മൊബൈലിൽ അടിക്കുന്ന ഏട്ടാ. ഏട്ടാ ടാങ്കിന്റെ കൂടെ അവിടെയാണോ കൊണ്ടുപോയേ? ഏട്ടാ ഏട്ടാ ടാങ്കിന്റെ കൂടെ അവിടെയാണോ ഏട്ടാ കൊണ്ടുപോയേ മിഠായി? പൊന്നുമാണ് പറയേണ്ടത്. പൊന്നു പൊന്നു കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക.
എല്ലാരും കൈയടിക്കോ? ഇത് സെയിൻ, അടുത്തത് സെയിൻ. അടുത്തതായി വരേണ്ടത് അച്ചു. അടുത്തതായി വരേണ്ടത് കേശു. കേശു. അടുത്തതായി പവിത്ര. അടുത്ത അഭിരാമി. അഭി. അടുത്ത സിദ്ധു. അടുത്തതായി ആദി. അടുത്തതായി ദേവൻ. അടുത്തതായി അമ്മു. അമ്മു. അടുത്തതായി ചക്കി. അടുത്തത് അമ്പു. അടുത്തതായി ഗായത്രി. അടുത്തതായി നന്ദു. ഇനി ആരെങ്കിലും കിട്ടാനുണ്ടോ? ഗോവിന്ദ. ഗോവിന്ദ. ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ഏതെങ്കിലും കൊച്ചുകുട്ടി കിട്ടാനുണ്ടോ? കിട്ടില്ല. കൃഷ്ണ ആനന്ദ്. ഓക്കെ, പകരം ആൾ വന്ന് വാങ്ങുന്നുണ്ട്. എല്ലാരും നിറഞ്ഞു നിൽക്കുക. ഫോട്ടോ സെഷൻ നടത്തുന്നത് നിങ്ങളുടെ. ഒന്നാം സ്ഥാനം രാജകുഞ്ഞമ്മ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, അതെ. എന്ത് പറ്റി? ഒരാൾ ഔട്ടായിരിക്കുന്നു. 2 പേർ ഔട്ടായി. 3 പേർ ഔട്ടായി. 4 പേർ ഔട്ടായി. എല്ലോ ഇതുവരെയുള്ള അവരുടെ തകിടം മറിച്ചുകൊണ്ട് ഒരാൾ ഔട്ടായി. 2 പേർ ഔട്ടായി. 2 പേർ ഔട്ടായിരിക്കുകയാണ്. 3 പേർ ഔട്ടായി. 3 പേർ ഔട്ടായി. ഇനി 7 നിമിഷവും ചന്തു വളരെ ബിസ്ക്കറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു. ഭാഗ്യ വളരെ ശ്രദ്ധയോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 ദിവസത്തിന് ശേഷം ബിസ്ക്കറ്റ് തിന്നും എന്ന് പ്രഖ്യാപിച്ചു. രാത്രിയോടെ കളിച്ചാൽ ബിസ്ക്കറ്റ് വളരെ പരിശ്രമിച്ചു. സൂം എങ്ങനെ കേട്ടോ ഇത് ആക്ച്വലി? ഓ, എനിക്ക് നേരത്തെ നിങ്ങൾ അടി വന്നപ്പോൾ സൂം അറിഞ്ഞുണ്ടായിരുന്നു. കൂടെ പാട് മക്കളെ. എവിടെ പാടും? നിങ്ങളും പാട് ഒരുമിച്ചടാ.
ആവശ്യം മതി രാവിലെ ആര് വന്നു കൊണ്ടുപോകും കൊണ്ടുപോകും രാവിലെ ആദ്യ വന്നു കൊണ്ടുപോകും പോണ ചുണ അറിയട്ടെ. തരം 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 അങ്ങനെയല്ല വലിച്ചെടുക്കണം. അപ്പൊ ഒന്നുകൂടെ കളിച്ചു. ഇല്ല, അബിയും പവിയും. അബിയും പവിയും അവര് സെയിം പ്രായം. നിങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക. നമ്മുടെ ഈ കുടുംബത്തിന്റെ വിജയം അതാണെന്ന് തോന്നുന്നു. വെരി ഗുഡ്. ക്യാപ്റ്റന്റെ വീട്ടിൽ വെക്കും. ശംഖുവിന്റെ വീട്ടിൽ. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സെക്കൻഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഇല്ലെങ്കിലും ഞാൻ വിജയലക്ഷ്മി മെമ്മോറിയൽ ട്രോഫി. ഫസ്റ്റ് വന്നത് ടീം ബ്ലൂ. ക്യാപ്റ്റൻ ആ ടീം മെമ്പേഴ്സ് വന്ന് ട്രോഫി ആയിട്ട് വാങ്ങാം. ടീം മെമ്പേഴ്സ് അറിഞ്ഞ് ഒന്നും കൂടെ ഒരു മിനിറ്റ്. അക്കാ ടീമിലാണ്. സെക്കൻഡിന് എന്തോന്ന് സെക്കൻഡ് ആരാന്നൊന്ന് വിളിച്ച് പറയെങ്കിലും ചെയ്യാം. വിളിച്ചോട്ടെ. സെക്കൻഡ് വന്നത് റെഡ്. പരിപാടി